ഞാനിന്നുള്ളത് കുണ്ടമൻ കടവാണ്. ട്രിവാൻഡ്രത്ത് കുണ്ടമൻ കടവിലെ ശങ്കർ നഗർ റോഡിലുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. 100 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ 3 BHK വീടിൻ്റെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ നമുക്ക് ലുക്ക് വരുന്നത്. ഒരു വൈറ്റ് നല്ലൊരു തീമിൽ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുള്ളായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിന് പൈപ്പ് കണക്ഷനും അതേപോലെ തന്നെ നമുക്ക് കിണറും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. 12x4 സൈസിലുള്ള ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത്. നല്ലൊരു ലുക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഡോറാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കാഴ്ചകൾ കാണാം. അപ്പോൾ വീടിൻ്റെ അകത്തോട്ട് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡ് ഡൈനിങ് ഏരിയയും ഇപ്പുറ സൈഡ് നമുക്ക് TV യൂണിറ്റൊക്കെ അത് ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 14x12 സൈസിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത്. അപ്പോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വലിയൊരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. നല്ലൊരു കളർ തീം നമുക്കത് കിട്ടുന്നുണ്ട്. മൾട്ടിവുഡ് പാനലിലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്താണ് DC-യുടെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലായിട്ട് ആ ഒരു സ്ഥലം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് 12x12 സൈസിലുള്ള ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയയുടെ ഒരു സ്ഥലം വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ഒരു വാഷ് ബേസിങ് കൗണ്ടറുണ്ട്. മിററൊക്കെ കൊടുത്തിട്ട് അത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലോട്ട് നോക്കാം. 12x10 സൈസിൽ പണിയിപ്പിച്ചിട്ടുള്ള ഒരു കിച്ചണാണ്. അപ്പോൾ കിച്ചണിൽ നമുക്ക് ഈ ഒരു കളർ തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. വാഷ് ബേസിൻ ഇതാണ് വരുന്നത്. പിന്നെ ഫുള്ള് കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിൻ്റെ പാനലിലാണ് നമുക്ക് ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. കിണർ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നനകല്ലും ബാക്കി പൈപ്പ് കണക്ഷനൊക്കെ നമുക്ക് അവിടെയും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂം, അതുപോലെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം 18x12 സൈസിൽ പണിയിപ്പിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ഒരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ്സ് ആണ്. മിററും ബാക്കി ഷെൽഫ് എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം വരുന്നത്. നല്ലൊരു ഡിസൈൻ തീമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിററും ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഇവിടെ നിന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിലായിട്ട് ടെസ്റ്റർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ ഹാൻഡ് റീൽസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ ഇവിടെയും നമുക്കൊരു മനോഹരമായ ഒരു ടെസ്റ്റർ വർക്ക് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത്.
18x12 സൈസിൽ പണിയേൽപ്പിച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഫ്ലോറാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് സീലിംഗ് വർക്ക് വരുന്നത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൂടെ യൂസ് ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 18x12 സൈസിലുള്ള ആ ഒരു ഏരിയ വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥലം ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ, നമുക്ക് ആ ഒരു ടെസ്റ്റർ വർക്കും കൂടെ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗി ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് സീലിംഗ് വർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഇനിയുള്ളത്. നമുക്ക് ഈ 2 ഭാഗത്താണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ഒരു ബെഡ്റൂമിലോട്ട് കാണാം. ഇത് 18x12 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കിവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാൾഡ്രോബ്സ് വരുന്നത്. സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു തീമിലുള്ള വാൾഡ്രോബ്സ് തന്നെയാണ്. മിറർ വർക്കും ബാക്കി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം വരുന്നത്. ഇവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ടൈപ്പാണ് ബാത്റൂം വരുന്നത്. PVC ഡോറാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇവിടുത്തെ അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x12 സൈസാണ്. ഇവിടെ ഒരു വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം മൾട്ടിവുഡിൽ പണിയേൽപ്പിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ബാത്റൂം കൂടെ ഒന്ന് കാണാം. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന വിശേഷം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയയും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണി വരുന്നത്. ഒരു 22x6 സൈസിലുള്ള ഒരു വലിയ നമുക്കൊരു ബാൽക്കണി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതാണ് ബാൽക്കണി വരുന്നത്. നമുക്ക് ടെറസിലോട്ടൊക്കെ പോകാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്ന് ഈ വഴി നമുക്ക് ടെറസിലോട്ടൊക്കെ പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ബാൽക്കണിയിൽ നിന്ന് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഈ ഒരു എൻട്രൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടിൻ്റെ പ്രൈസ് വരുന്നത് 55 ലക്ഷമാണ്. അതിന് തീർത്ത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ലോണിനാണ് എടുക്കാനെങ്കിൽ നമ്മൾ എല്ലാ വിധത്തിലും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ലോണാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ലോണിൻ്റെ ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യണമെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഈ പ്രൈസ് നമുക്ക് നെഗോഷ്യബിളാണ്. 55 ലക്ഷമാണ് പ്രൈസ്. നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് നമ്മളോട്ട് സംസാരിച്ച് അത് ഡീൽ ചെയ്യേണ്ടതാണ്. അപ്പം വന്ന് കാണുന്നുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കണ്ട് നോക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വേറെയും വീടുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.